ദേ അമ്മയായിരിക്കും. അമ്മേ, എന്തായി? ദയെ കണ്ടോ? അപ്പൊ നീ എല്ലാം അറിയുന്നുണ്ടല്ലേ? അവൾ ഇങ്ങനൊരു കൊലച്ചതി ചെയ്തിട്ട് നീ ഇന്നേ വരെ എന്നോടൊരു വാക്കു പറഞ്ഞില്ലല്ലോ അനു. അമ്മേ, അത് അമ്മ ടെൻഷൻ ആവണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അമ്മ അറിയുന്നതിന് മുമ്പ് ദയെ കൊണ്ട് അത് പിൻവലിപ്പിക്കാന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ ശബരി എന്നോട് പറഞ്ഞു. അവൾ അവനും വഴങ്ങാതെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുക. ഇനി അനന്തമാഷ മനസ്സ് വെച്ചാലേ എന്തെങ്കിലും നടക്കൂ. അമ്മ മാഷിനെ കണ്ട് കാര്യം പറയൂ. ഞാൻ തനിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല സോനെ. അനുപമേ, നീയും കൂടി എൻ്റെ കൂടെ ഒന്ന് വാ. ഇന്നെങ്കിലും അത് പിൻവലിച്ചില്ലെങ്കിൽ നാളെ പാർട്ടിക്കാരെന്റെ സ്ഥാനാർത്ഥി ചീട്ട് കയറും. ശബരി പറഞ്ഞിട്ട് അനുസരിക്കാത്തതയാ. അപ്പോ അനുചേച്ചി അച്ഛനും പറഞ്ഞ കേക്കോ? അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ, എന്നാ നമുക്കിപ്പൊ തന്നെ അങ്ങ് പോയാലോ? ആ, കയ്യോടെ ദയ്യെ കൊണ്ടത് പിൻവലിപ്പിച്ചാലേ എനിക്കൊരു സമാധാനാവൂ. ശരി അമ്മേ, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. അമ്മ ഇവിടെ നിൽക്ക്. ആ പ്രതിഭേ, നീ അകത്ത് ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി അമ്മ. ഈശ്വര, ആ ദയക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. ഈശ്വരൻ ദയയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈശ്വരനായിട്ട് എന്നെ തിരുത്തോ സോനെ? ഒന്ന് നാവടക്കി വെച്ചിരിക്കോ ശ്യാമേട്ട. അമ്മ ഇലക്ഷനിൽ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ നമുക്കും കൂടിയല്ലേ നേട്ടം. ആ കിരീടം കൂടി അവരുടെ തലയിൽ വന്നാ ഇവിടെ കാണാം എന്താ നടക്കാൻ പോകുന്നത്.